ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ കല്യാണമൊക്കെ മുടങ്ങി വളരെയേറെ സങ്കടപ്പെട്ടിരിക്കുകയാണ് സുഭാഷ്. അതിനിടയിൽ കിടന്നത് നമ്മുടെ സുഭാഷിൻ്റെ അമ്മാവനും കൂടി കിടന്ന് ഇങ്ങനെ ചിലചിലാന്നിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അമ്മായി പറയുകയാണ്, എടാ സുഭാഷേ, അല്ല എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുവാടാ, എടാ ഈ രണ്ടാം കെട്ടുകാരിയെ തന്നെ നിനക്ക് കിട്ടാൻ വേണ്ടി എടാ നിനക്ക് അത്രയ്ക്കും ധൃതിയായിരുന്നു എടാ കല്യാണം കഴിക്കാനായിട്ട് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഭയങ്കര സങ്കടം വരികയാണ് നമ്മുടെ സുഭാഷിന്. ഇവരുടെയൊക്കെ മുന്നിൽ ആകെ നാണം കെട്ട് പോയൊരവസ്ഥയിൽ അങ്ങോട്ട് നിന്ന് പോയല്ലോ സുഭാഷ്. ആ ഒരു സങ്കടം സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഹരീഷാണെങ്കിലോ ഇത്തള്ളൻ എന്ത് ചെയ്യണമെന്നറിയാവോ? അപ്പോഴേക്കും നമ്മുടെ ഭാസ്കരനാണെങ്കിൽ അതേ നിങ്ങൾ വന്നല്ലോ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയെന്നൊക്കെ മനസ്സിലായി. ഒരു കാശ് മുടക്കും ഇല്ലാതെ വെട്ടി വിഴുങ്ങി തിന്നാന്നൊക്കെ വിചാരിച്ചു കൊണ്ടല്ലേ കയറി വന്നത്. അപ്പോൾ അതൊന്നും നടക്കില്ല എന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എല്ലാത്തിനും അങ്ങോട്ട് ഗുരു പൊട്ടി. മനസ്സിലായടാ, നിങ്ങളുടെയൊക്കെ മനസ്സിലിപ്പോൾ മനസ്സിലായി. എടാ അപ്പോഴേ പറഞ്ഞാണ് ഈ ബേഗാസുരനെയും ഭൂതനെയും വിളിക്കരുതെന്ന്, എന്നിട്ട് നിങ്ങളത് കേട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേ ഭാസ്കര, സൂക്ഷിച്ച് സംസാരിക്കണം. ഞങ്ങൾ എങ്ങോട്ടും വലിഞ്ഞു കയറി വന്നതല്ല, ഞങ്ങളുടെ കാല് പിടിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്നിട്ടിപ്പം എന്തായി? നിനക്കൊക്കെ വല്ലതും നേടാനായിട്ട് സാധിച്ചോടാ? നിന്റെ മകനൊന്നും പെണ്ണ് കിട്ടാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് കൂടുതൽ ആക്ഷേപിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ഭാസ്കരനാണെങ്കിൽ ഭാസ്കരൻ്റെ വായി തോന്നിയൊക്കെ പറയുകയാണ്. ഇതോട്ട് കഴിഞ്ഞപ്പോഴേക്കാ ഇത് തന്നെ വേണം, ഇനി ഈ വണ്ടി കയറി യാത്ര ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഇറക്കി വിട്ടോ എന്ന് ചോദിക്കുമ്പോൾ സുധീഷാണെങ്കിൽ അതാ നല്ലത്, ഇവിടെ എവിടെയെങ്കിലും ഇറക്കി വിടുക എൻ്റെ പൊന്നു ചേട്ടാ, ഇത് രണ്ടെണ്ണത്തിന് ഇവിടെ എവിടെയെങ്കിലും ഇറക്കി വിട്ടേര് എന്നൊക്കെ പറയുമ്പോൾ അതേടാ ഞങ്ങളേക്ക് ഇറക്കി വിടാനാണ് നിൻ്റെയൊക്കെ ആഗ്രഹമൊക്കെ എന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഭാസ്കരനാണെങ്കിൽ അല്ല ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അന്ന് നിങ്ങളുടെ മോളെ സുഭാഷിന് കെട്ടിച്ചു കൊടുത്തിരുന്നെങ്കിലേ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് കെട്ടിച്ച് കൊടുത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഭാസ്കര അനാവശ്യം പറയാൻ നിൽക്കരുത്. അവള് കല്യാണം കഴിച്ചേ നല്ല അന്തസ്സോടെ കുടുംബത്തോടെ ജീവിക്കുന്ന പെൺകുട്ടിയാ, അവളെക്കുറിച്ച് അനാവശ്യം പറയാൻ നിൽക്കരുത്. അനാവശ്യം പറയണ്ടെങ്കിലേ ഇറങ്ങി പൊയ്ക്കോളണം ഇവിടെ നിന്ന് പറഞ്ഞ് അവരെ അങ്ങോട്ട് പെരുവഴിയിലോട്ട് അങ്ങോട്ട് ഇറക്കി വിടുകയാണ്. ലാസ്റ്റ് നേരെ വീട്ടിലെത്തി എല്ലാവരും സങ്കടത്തോടെ നിൽക്കുക. നമ്മുടെ ബായി ആണെങ്കിൽ ബായിയും സങ്കടത്തോടു കൂടി തന്നെ വീടിനിങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ സുഭാഷ് ആണെങ്കിലും അതേപോലെ തന്നെ അച്ഛനാണെങ്കിൽ നിന്നോട് പറഞ്ഞല്ലേടാ ആരെയും വിളിക്കണ്ടായെന്ന്, അതും ആ ബഗാസുരനെ പോയി വിളിച്ചിരിക്കുന്നു. ദക്ഷിണ കാൽക്കൽ വെച്ചിട്ട് എന്തൊരു സ്നേഹത്തോടെ വിളിക്കാൻ പോയത്, എന്നിട്ടിപ്പോൾ എന്തായി? അവരുടെ വായിൽ തന്നെ കേട്ടില്ലേ? ഇനി എന്തൊക്കെ കേൾക്കണോ എൻ്റെ ദൈവമേ? നാട്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും സംസാരം. ആ ചായക്കടയിലേക്ക് എനിക്ക് പോകാൻ പറ്റൂല. ഇനി അതും പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ച് കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. തിടഞ്ഞപ്പോഴേക്കും മച്ചാ ഒന്ന് പോകാൻ നോക്ക്, തീർന്നു, ഇനി അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പോകാം, എന്നെ ഒടിച്ചു വിടാനാണല്ലോ ധൃതി, ഞാൻ പോയേക്കാം. അങ്ങനെ ഭാസ്കരൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഭായി പുറത്തിങ്ങനെ ഇരിക്കണം. അല്ല ഭായി എന്തിനാ ഇവിടെ കാവലിട്ടിരിക്കുന്നത്? ആർക്ക് വേണ്ടി? ഇപ്പോൾ ഭായിയുടെ സമയം കൂടി പോയില്ലേ. ഇവന്മാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരുടെ ഒന്നും പുറകെ പോകാൻ നിൽക്കരുത്. നമ്മളും കൂടി നാണം കിട്ട് നാറാണക്കല്ലെടുക്കും. അതുകൊണ്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയാം. ഭായിക്ക് ഭയങ്കര സങ്കടവും തോന്നുക. അപ്പോൾ ഹരീഷ് ആണെങ്കിൽ സുഭാഷ് ഏട്ടാ എന്തിനാ അങ്ങനെ ഒരു കാര്യം അന്വേഷിക്കാനായിട്ട് പോയത്? സുഭാഷ് ഏട്ടാ, ഞങ്ങൾ ആ പെണ്ണിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിരുന്നു. അപ്പം പറഞ്ഞതെന്നറിയാമോ? ആ കുടുംബം ഒട്ടാകെ കൊള്ളൂലെന്നാണ്. ആ പെണ്ണിൻ്റെ സ്വഭാവമാണെങ്കിൽ തീരെ ശരിയല്ല. പിന്നെ ഞങ്ങളിതെല്ലാം പറയാതിരുന്നത് എന്താണെന്നറിയാവോ? സുഭാഷ് ഏട്ടന് അത്രയും കോൺഫിഡൻസ് ഉണ്ടല്ലോ, അപ്പം അതുകൊണ്ട് നമ്മളായിട്ട് ഇതൊന്നും പറയാൻ നിൽക്കണ്ട എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാ ഒന്നും പറയാതിരുന്നത്. ദൈവഭാഗ്യത്തിനാ ശരിക്കും പറഞ്ഞാൽ ഈ കല്യാണം നടക്കാതിരുന്നത് മാത്രം വിശ്വസിച്ചാൽ മതി. അല്ലെങ്കിൽ സുഭാഷ് ഏട്ടാ, എന്തിനു സുഭാഷ് ഏട്ട ധൃതി കൂട്ടി ഒരു പെണ്ണിനെ ആലോചിച്ചു? അതിൻ്റെ കാര്യമുണ്ടോ? സുഭാഷ് ഏട്ട കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ മനസ്സിൽ നന്നായിട്ട് ആലോചിച്ച് പ്ലാൻ ചെയ്ത് ചെയ്യേണ്ട കാര്യമോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിധിയാണെങ്കിൽ സുധീഷിനൊന്ന് നോക്കുകയാണ്. അപ്പോൾ സുധീഷ് ഞെട്ടിപ്പോയി. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞല്ല, ഒരു പൊതുവെ അഭിപ്രായങ്ങൾ പറഞ്ഞതാണ്. ഈ കല്യാണം നടക്കുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ അന്വേഷണം കണ്ട് വേണമല്ലോ ഒരു കല്യാണം കഴിക്കാനായിട്ട്. അപ്പോൾ ഹരീഷ് അത് സുധീഷിടം പറഞ്ഞ സത്യം തന്നെയാണ്. നമ്മളൊരു പെണ്ണിനെ ആലോചിക്കുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ കുറിച്ച് അന്വേഷിക്കണം, അതിന് ശേഷമേ ഒരു കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇത് സുഭാഷ് ഏട്ടൻ
ഇതെന്തിൻ്റെ കേടുണ്ടായിട്ടാണ് സുഭാഷ് ഏട്ടാ എന്ന് ചോദിക്കുക. അപ്പോൾ സുഭാഷാണെങ്കിൽ എടാ അത് പിന്നെ എടാ എൻ്റെ കല്യാണം നടന്നാലല്ലേ ഈ ഹരീഷിൻ്റെ കല്യാണം നടക്കുകയുള്ളൂ, അതുകൊണ്ടാണ് എടിപിടിയെന്ന് എനിക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോണേ. എന്താ എന്താ പറഞ്ഞത്? അതെ, നീ ഒന്ന് പറഞ്ഞില്ലായിരുന്നോ സുഭാഷ് ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞാൽ മാത്രമേ നിൻ്റെ കല്യാണം നടക്കുകയുള്ളൂ? നീ പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ പിന്നെ നിൻ്റെയും നീതുൻ്റെയും കല്യാണം നടക്കണമെങ്കിൽ എൻ്റെ കല്യാണം കഴിയണം. ആ സമയത്താണ് ഇങ്ങനൊരു ആലോചന വന്നതേ. അപ്പോൾ ആ ആലോചന ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയത് എന്ന് പറയാം. നല്ല കഥയായി. അപ്പോൾ നമ്മുടെ ഹരീഷ് ചാടി എന്നിട്ട് സുഭാഷിനോട് ചോദിക്കുക, അല്ല സുഭാഷ് ഏട്ടാ സത്യം പറ, നീതു സുഭാഷ് ഏട്ടനോട് എന്തെങ്കിലും പറഞ്ഞോ? എൻ്റെ കല്യാണം കഴിഞ്ഞാൽ മാത്രമേ സുഭാഷേൻ്റെ കല്യാണം കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങളുടെ കല്യാണം നടക്കുകയുള്ളൂ എന്ന് എന്തെങ്കിലും പറഞ്ഞായിരുന്നോന്ന്? എടാ അത് പിന്നെ അവൾ പറഞ്ഞതിലും കാര്യമുണ്ട്. അവൾ പാവം ആ ഒരു ഇതിൽ പറഞ്ഞല്ലേ, എൻ്റെ ജീവിതം താറുമാറായി പോകാൻ വേണ്ടി പറഞ്ഞല്ല, എനിക്കും കൂടി നല്ല കാര്യം ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞാണ്. മനസ്സിലായി, എല്ലാം മനസ്സിലായി സുഭാഷ് ഏട്ടാ. അപ്പോൾ സുഭാഷ് ഏട്ടനോട് പറയേണ്ട രീതിയിലൊക്കെ അവൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ എന്നും പറഞ്ഞ് ഭയങ്കര അരിശത്തോടു കൂടി തന്നെ ഹരീഷ് പുറത്തേക്ക് ഇറങ്ങി അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ സുധീഷാണേലും എന്നാലും എൻ്റെ പൊന്ന് സുഭാഷ് ഏട്ടാ, എന്തെങ്കിലും ആരെങ്കിലും അതൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതെന്ന് വിചാരിച്ച് സ്വന്തം ജീവിതം കളഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ ചെയ്യോ? ഒരു ത്യാഗി വന്നിരിക്കുന്നു, കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്യാൻ നടക്കുന്ന ആള്. ഇനി മേലെ ഇത്തരത്തിലുള്ള പരിപാടി ഒന്നും ചെയ്തു പോകരുത് കേട്ടോ. ഇപ്പം നിധിയാണെങ്കിലും മതി, നിർത്ത്. സുഭാഷ് ഇനിയും പറഞ്ഞ് വേദനിപ്പിക്കല്ലേ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക. അല്ല നിധി, ആ പെണ്ണങ്ങനെ ജീവിതത്തിലേക്ക് വന്നിരുന്നെങ്കിലോ എന്താകുമായിരുന്നു സ്ഥിതി? ഇവരൊക്കെ കെട്ട് കുടുംബങ്ങളാണ്, ഇപ്പം തന്നെ നമുക്ക് മനസ്സിലായ കാര്യമല്ലേ. ഇനിയെങ്കിലും ഒന്ന് ആലോചിച്ചും കണ്ടിട്ട് വേണം ഇതൊക്കെ തീരുമാനം എടുക്കാനായിട്ട്, കേട്ടോ സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ പിന്നീട് നമ്മുടെ ഈ ഹരീഷ് നേരെ നീതുവിൻ്റെ വീട് ലക്ഷ്യമാക്കി തന്നെ ഓടുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നീതുവിനെ ഫോൺ വിളിക്കുക. നീതു, എന്താടാ ഹരീഷെ വിളിച്ചതെന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ നീ ഇന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നേ, നിൻ്റെ വീടിൻ്റെ മുന്നിലുണ്ട് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ നമ്മൾ കുറച്ച് മുമ്പല്ലേ കണ്ടിട്ട് തീർന്നത്, അതിനു മുമ്പ് തന്നെ കാണാൻ ഇത്ര ധൃതിയായോ? നീതു, ഞാൻ പറയുന്നത് കേൾക്ക്, നീ ഇങ്ങോട്ട് ഇറങ്ങി വരാനാണ് പറഞ്ഞത്. അയ്യോ ഇവിടെ അച്ഛനും അമ്മയും ചേട്ടനൊക്കെ ഉണ്ട്, അവരിലേ ഇരിക്കുമ്പോൾ എങ്ങനെയാടാ ഞാൻ ഇറങ്ങി വരുന്നത്? അവർ വഴക്കുണ്ടാക്കൂലേ, പ്രശ്നം ഉണ്ടാക്കൂലേ എന്നൊക്കെ നീതു പറയാണ്. ദൈവത്തോർത്ത് ഒന്നിങ്ങോട്ട് നിന്ന് ഇറങ്ങി വരാവോ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാണ്. ശരി എങ്കിൽ പിന്നെ ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് നീതു അങ്ങോട്ട് ഇറങ്ങാൻ പോയപ്പോഴേക്കും അമ്മ ചോദിക്കുകയാണ്, എവിടെ പോകുന്നടി എന്ന് ചോദിച്ചപ്പോഴേക്കും, മാറിക്കാം അങ്ങോട്ട്, ഞാൻ പുറത്തേക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് തള്ളിയിട്ടിട്ട് പുറത്തേക്ക് പോവാണ്. അപ്പോൾ അഖിലാണെങ്കിൽ കേട്ടോ, അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ, മകളതേ എങ്ങോട്ട് പോകണമെന്നും പറഞ്ഞുകൊണ്ട് പോയി. അമ്മയാണെങ്കിൽ വായം പൊളിച്ച് നോക്കി നിൽക്കുന്നു. കൊള്ളാം, ബെസ്റ്റ് ഫാമിലി എന്നും പറഞ്ഞ്. അപ്പോൾ എന്താടാ ഹരീഷേ, നീ എന്താ ഇപ്പം എന്നെ കാണാൻ വേണ്ടി വന്നത് എന്ന് ചോദിക്കുകയാണ് ചിരിച്ചുകൊണ്ട്. ഇത് കേട്ട ഹരീഷ് കാലി തുള്ളിയിട്ട്, സത്യം പറയടേ, നീ സുഭാഷ് ഏട്ടനെ കണ്ടായിരുന്നോ? ഞാൻ ഇന്നും കൂടി കണ്ടല്ലേ. അതല്ല ചോദിച്ചത്, നമ്മൾ രണ്ടുപേരുടെയും കല്യാണം നടക്കണമെങ്കിൽ സുഭാഷ് ഏട്ടൻ്റെ കല്യാണം കഴിയണമെന്ന് നീ സുഭാഷ് ഏട്ടനെ കണ്ടു പറഞ്ഞായിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത്. എന്താ ഹരീഷേ നീ എന്താ ഇങ്ങനെ പറയുന്നത്? നീ പറ, നീ അങ്ങനെ പറഞ്ഞായിരുന്നോ എന്നാ ചോദിച്ചത്. അത് പിന്നെ പറഞ്ഞായിരുന്നല്ലോ, കാരണം സുഭാഷ് ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹരീഷിൻ്റെയും എൻ്റെയും കല്യാണം കഴിയുമല്ലോ എന്നൊക്കെ ഞാൻ നല്ല അർത്ഥത്തിൽ പറഞ്ഞു. അതിനിപ്പോൾ എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് ചോദിക്കുമ്പോൾ, നിൻ്റെ തെറ്റെന്താന്ന്? എടി, നിനക്ക് അങ്ങനെ കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുകയാണെങ്കിൽ നീ വേറെ വല്ലവരും നോക്കിക്കൊള്ളാം കല്യാണം കഴിക്കാനായിട്ട്. എന്നെ കിട്ടൂല. എൻ്റെ ചേട്ടൻ്റെ ജീവിതം അവതാളത്തിലാക്കിക്കൊണ്ട് നിന്നെ ഞാൻ കല്യാണം കഴിക്കണം അല്ലേ? നീ ആ പാവത്തിൻ്റെ മനസ്സ് ഒരുപാട് വേദനിപ്പിച്ചില്ലടി. ഇതൊക്കെ കേട്ടുകൊണ്ട് ഈ അമ്മയോ ആങ്ങളെയും കൂടി പുറത്ത് നിൽക്കുക. അതെ, അവളെ കിടന്ന് ചൂടാവുന്ന ചൂടാറ്റിൽ കണ്ടില്ലേ. നമ്മളായിരുന്നെങ്കിലോ നല്ലത് പറയും തിരിച്ച്. പക്ഷെ അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരു അക്ഷരം പോലും മിണ്ടാതെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത് കണ്ടില്ലേ. നമ്മൾക്ക് ഇത് തന്നെ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അകത്തേക്ക് പോവാണ്. അപ്പോൾ ഇത് പറയാണ്, എടാ ഇങ്ങനെ ചീത്ത പറയലടാ, എടാ പതുക്കെ പറയാനോ? ഞാൻ പതുക്കെ പറയില്ല, കാരണം എൻ്റെ ചേട്ടനാണ്. ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞായിരുന്നു നീ സെൽഫിഷാണെന്ന്. അപ്പോൾ നീ എന്നോട് ചൂടായി കയറി. ഇപ്പം എന്തായി? എടി, ഞാൻ വീണ്ടും പറയും, നീ സെൽഫിഷാ. നിൻ്റെ കാര്യം മാത്രം നോക്കാനേ നിനക്ക് കഴിയുള്ളൂ. മറ്റുള്ളവരുടെ വേദനയും സങ്കടമൊന്നും നീ മനസ്സിലാക്കില്ല. അതാണ് നീ. സുഭാഷ് ഏട്ടനെ എങ്ങനെയെങ്കിലും കെട്ടിച്ചു വിട്ടിട്ട് നിന്നെ ഞാൻ കല്യാണം കഴിക്കണം അല്ലേ? എൻ്റെ ചേട്ടൻ്റെ ജീവിതം എങ്ങനെ വേണമെങ്കിലും പൊയ്ക്കോട്ടെ, പക്ഷെ നിൻ്റെ ജീവിതം നല്ല അടിപൊളിയായിരിക്കണം. പക്ഷേ അതിന് എന്നെ കിട്ടില്ല.
നീ വേറെ ആളെ നോക്കിക്കോളാം. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ സുഭാഷ് ഏട്ടന് നല്ലൊരു പെണ്ണിനെ ആലോചിച്ച് മാത്രമേ ഞങ്ങൾ കെട്ടിക്കത്തുള്ളൂ. അതുവരെ കാത്തിരിക്കാൻ പറ്റുമെങ്കിൽ നീ കാത്തിരിക്കേ, അല്ലെങ്കിലേ നീ എന്താന്ന് വെച്ചാൽ ചെയ്യടി, എനിക്ക് യാതൊരു പ്രശ്നമില്ല, മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മാറി നിൽക്കണേന്നും പറഞ്ഞുകൊണ്ട് വണ്ടി കയറി ഒറ്റ പോക്ക. നീതു ഇരുന്ന് ഭയങ്കര കരച്ചിൽ. അങ്ങനെ നീതു അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറയണ, എന്താടി ഇത്, വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇതെല്ലാം കേൾക്കാനായിട്ട്? അവൻ പറഞ്ഞിട്ട് പോയത് എന്താണെന്ന് അറിയാമോ അമ്മേ? കാത്തിരിക്കാൻ പറ്റുമെങ്കിൽ കാത്തിരിക്കുക, അല്ലെങ്കിൽ ഇട്ടിട്ട് ഓടിയെന്ന്. അപ്പോൾ ഇത് കേട്ടപ്പോൾ നിനക്ക് പറയാനൊന്നും ഉണ്ടായിരുന്നില്ലേ? അമ്മേ എങ്ങനെ പറയും, നമ്മളുടെ അടുത്ത് മാത്രമല്ലേ അവളെ ചൂടായി കയറുള്ളൂ, അവൻ്റെ അടുത്ത് പഞ്ചപുച്ഛം അടക്കി നിൽക്കുകയായിരുന്നു. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? എടി നീ അനുഭവിക്കോടി, ശരിക്കും അനുഭവിക്കും. നീ അവനെ കെട്ടിക്കഴിയാൻ നേരത്തെ നിന്നെ എടുത്ത് പങ്കപ്പാട് പെടുത്തു അവൻ. നീ കണ്ടോടി, അതായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. ഞങ്ങളെ നല്ലൊരു ബന്ധം കൊണ്ടുവന്ന് തന്നതല്ലേ, എന്നിട്ട് നിനക്കതൊന്നും പറ്റിയില്ലായിരുന്നല്ലോ, നിനക്ക് അവനെ തന്നെ വേണം. അപ്പോൾ നീ അനുഭവിക്ക് ശരിക്ക്. അങ്ങനെ നീതു റൂമിലോട്ട് പോയിരുന്ന് പൊട്ടിക്കരയാണ്. അപ്പം അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ബൈ.